നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6:15 നീറ്റു. എൻ്റെ നീറ്റിട്ട് ഉണന്നു, നീറ്റിട്ടില്ല. കണ്ണൻകുട്ടിക്ക് മാച്ചുണ്ടായിരുന്നു, അവൻ പോയിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങനെ കിടന്നു. പൂജിട്ട് ഇപ്പോഴാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിന്ന് ചായയും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കില്ല, ചായക്കടി ഒന്നും ഉണ്ടാക്കില്ല. എന്താ വെച്ചാൽ നമുക്കിന്ന് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ കുറേ നല്ല പാക്കാക്കി, പിന്നെ ഒരു ബെഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പഴയ വേസ്റ്റ് തുണി കൊണ്ടൊക്കെ കൂട്ടിയിട്ട്. അപ്പം ഇന്നലെ കുറേ സമയം അങ്ങനെ പോയി. അപ്പം ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം രാവിലെ തന്നെ നമുക്ക് ചായയും കടിയാക്കിയാൽ പിന്നെ ചോറും കറിയും വീണ്ടും ഉണ്ടാക്കണം. കിച്ചണിൽ തന്നെ പകുതി സമയം പോകും. പിന്നെ അത് മെനക്കേടുമല്ലേ. ഇപ്പം രാവിലെ തന്നെ നമുക്ക് ചോറാക്കാൻ വിചാരിച്ചു, ചോറ് കഴിക്കാൻ വിചാരിച്ചു. ഇവിടെ പിന്നെ ആർക്കും ചോറ് ഉണ്ടാകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പൂജുട്ടിക്കാണ് പ്രശ്നം. ചിക്കൻ കറി ഉണ്ടെങ്കിൽ വലിയ പാടൊന്നുമില്ല അല്ലേ. പിന്നെ ഞങ്ങൾ കഴിച്ച് വരുമ്പോഴേക്കും എങ്ങനെയായാലും 12 മണിയാവും. ഇപ്പം തന്നെ നേരം 9:30, 9:45, 10 10ആയിട്ടുണ്ടോ? ഇല്ല, 9:45. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ചിക്കൻ കറിയും വെക്കാം, ചോറും വെച്ചേക്കാം. വയറ് നിറയെ കഴിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ ലോഡ് ചെയ്യണം, അവിടെ കൊണ്ടിറക്കണം, ഒതുക്കി വെക്കണം. അപ്പം ഇന്നും നാളെയൊക്കെ പട്ടിപ്പണിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം സംസാരിച്ച് നിൽക്കാണ്ട് ചിക്കൻ കറി ആദ്യം ആക്കാം, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. കുക്കറിലുണ്ടാക്കുന്ന വേഗം ആയിക്കോളല്ല. അപ്പം അതിലേക്കുള്ള സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സാധനങ്ങളൊക്കെ നമുക്ക് വേഗം ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്പീഡിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് നടക്കുന്നില്ല കേട്ടോ. വെളുത്തുള്ളി, കിഴങ്ങ് ഇരുന്നോട്ടെ അല്ലേ. ഇനിയിപ്പോ പിള്ളേര്, ഇനിയിപ്പോ കണ്ണൻകുട്ടിയുടെ ഒക്കെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ എല്ലാ ഹെൽപ്പിങ്ങിനും വരികയാണെങ്കിൽ ആ പിള്ളേർക്ക് വല്ല ചായ വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് പൊറോട്ട എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി, കറി ഇതാക്കാം അല്ലേ. അപ്പൊ കുറച്ച് കൂടുതൽ വെക്കാം. ചിക്കൻ അതിന് മാത്രമൊന്നും ഇല്ല കേട്ടോ, ഉള്ളത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാം. എന്നാലും ഇതായിരിക്കണം ചിക്കൻ, അത് വെച്ചൊന്നൊരു കറിയാക്കാം. ഇനി വേഗം ഉള്ളിയും കാര്യങ്ങളൊക്കെ ആക്കട്ടെ. സംസാരിച്ച് കഴിഞ്ഞാൽ വ്ളോഗ് ഇവിടെ നീണ്ടു പോകും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ നേരം വൈകോട്ടോ. ചപ്പാത്തി ഉണ്ടാക്കണം, ഒരു കറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ദോശയാണെങ്കിൽ ചട്നി ഉണ്ടാക്കണം, സാമ്പാർ ഉണ്ടാക്കണം, പുട്ടാണെങ്കിൽ അതിലേക്ക് ഒരു കറി ഉണ്ടാക്കണം, ഉപ്മാവാണെങ്കിൽ പിന്നെ ഇവിടെ ആർക്കും പിടിക്കുകയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ കാലത്ത് ചോറ് അങ്ങോട്ട് ഉണ്ടാക്കാം. ചോറും ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് നിറയെ കഴിക്കാമല്ലോ. പൂജട്ടിക്ക് ഇവിടെ മാഗി ഇരിക്കുന്നുണ്ട്. അവൾക്ക് ഈ പറഞ്ഞ പോലെ ചോറുണ്ടാൻ വേണ്ടിയിട്ട് രാവിലെയൊക്കെ കുറച്ച് പാടാം. നല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കൂടെ മാഗി ഉള്ളതുകൊണ്ട് ആൾ പറഞ്ഞു ഓക്കെ എനിക്ക് മാഗി മതിയെന്ന്. എനിക്കും കണ്ണൻകുട്ടിക്ക് 3-4 നേരം ചോറായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുറത്ത് പെരുമഴയാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യണ സമയം വെച്ച് നോക്കിയിട്ട് മഴയുടെ ഒരു ആർത്തിരമ്പലായിരുന്നു കേട്ടോ. ഒരു നേരം നിൽക്കണില്ലായിരുന്നില്ല, വെയിലുണ്ടായിരുന്നില്ല, വെക്കാനും ഉണ്ടായിരുന്നില്ല, ഈ മഴ തന്നെ. പിന്നെ അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടി നമുക്ക് കിട്ടുന്ന സമയത്തല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇന്ന് എല്ലാ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പറഞ്ഞ പോലെ പൊട്ടാറ്റോ ഒക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ട് വേഗം ഒരു കുക്കർ ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മളിതില്ലേ നമ്മുടെ നെയ്ച്ചോറിലേക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ കറി വെച്ചാൽ സൂപ്പറാണ് കേട്ടോ. എനിക്ക് നെയ്ച്ചോറിലേക്കൊക്കെ കറി വെക്കണം, അപ്പോൾ നമ്മളെ കല്യാണ തലേ ദിവസമൊക്കെ കറി കിട്ടില്ലേ, അതുപോലെ തോന്നിട്ട് എനിക്കിങ്ങനെ കറി വെച്ചാൽ. അപ്പോൾ ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും. ഇങ്ങനെ വറുത്തരയ്ക്കണ്ട, നേരെ മറിച്ചത് വറുത്തരച്ചാൽ വേറൊരു ടേസ്റ്റും കൂടെയാണ്, അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ പാവം കൂട്ടിൽ തളർന്നിരുന്നു ചിരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പാട്ടും അത് കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിന്റെ മുന്നത്തെ. ഒന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അച്ഛലായി ഞങ്ങൾ വന്നിട്ട് എല്ലാം സ്കൂളിക്കാൻ വിളിച്ചായിരുന്നു. കാമ്പത്ത് സ്കൂളിക്കാൻ വിളിച്ചു, ഞാൻ പോവായേ. അല്ല എല്ലാരെ മക്കളും ഓരോ സ്കൂളിൽ പഠിക്കണ്ടേ, എന്നിട്ട് അവിടുന്ന് വിളിക്കണം, ഒന്നും ഇങ്ങോട്ട് വരുമോ, എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇവിടുത്തെ സ്കൂളിൽ നമ്മുടെ പത്മാവതി ടീച്ചറുടെ സ്കൂളിൽ അവിടെ അത് കഴിഞ്ഞിട്ടപ്പോൾ മറ്റേ കുട്ടി അതേ നമ്മുടെ കാമ്പസ് കുടിക്കൊന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. സാരി വെച്ച് തത്തക്കം വിട്ടൊക്കെ വെച്ച്. അപ്പോൾ അതൊക്കെ രസമാണ് കേട്ടോ.
സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാരെ നമ്മളെ പഠിച്ച സ്കൂളിൽ പോയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴും പഠിച്ചില്ല, ഈ തുള്ളലിൽ നടന്നു. അത് കഴിഞ്ഞിട്ടും നമ്മൾ തുള്ളലല്ലേ. അയ്യോ, അതത് കഴിഞ്ഞിട്ട് ഇന്ന് ഗ്ലൂക്കോസ് കയറ്റിയിട്ട് നമ്മൾ ഒന്ന് എനർജി ആവണം എന്തായാലും. ഞാൻ പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് കയറ്റിയാൽ മതിയോ? ഇന്നത്തെ നാളത്തെ കഴിഞ്ഞിട്ട് അല്ലേ? തിങ്കളാഴ്ച പോയാൽ കയറ്റിയാൽ മതി. ഞാൻ അങ്ങനെ നടക്കേണ്ടി വരും. എന്താ നാളെ പോവാം. ഇന്ന് പൊതുക്കലും കറക്കലും കഴിഞ്ഞാൽ നാളെ എന്തായാലും കൊണ്ടുവരും. നല്ല ബ്രേക്ക് പെയിനും ഉണ്ട്, എന്തൊക്കെയോ ഇല്ലാത്ത വേദനകളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഓണടുപ്പിച്ചുള്ളതാണോ, ഒന്നില്ലെങ്കിൽ കണ്ണനോ ഒന്നില്ലെങ്കിൽ എനിക്ക്. മിക്കതും ഇപ്പൊ കണ്ണനാണ് ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു വികടത്തിനും പനിയോ അതും ഇതൊക്കെ. ഇന്നിപ്പോ എന്തായാലും ഉണ്ടാവും. മഴ മൊത്തം കൊണ്ടിടുന്നുണ്ട്. രാവിലെ 6:30 നീറ്റ് പോയതാ. അതിനിടയിൽ 3ാമത്തെ മഴ പെയ്ത് തോന്നുന്നു, അപ്പം കൊണ്ടിട്ടുണ്ടാവും. ഈ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന കാര്യമില്ലേ സ്കൂളിലേക്കൊക്കെ വിളിച്ചായിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുന്നത്തെ പ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മീറ്റിങ്ങിന് പോയിട്ട് അങ്ങനെ പേരൻസായിട്ട് കമ്പനി ആവില്ല, അങ്ങനെ കമ്പനി ആയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓണപ്പാട്ടും കാര്യത്തിനൊക്കെ ഞങ്ങൾ ഈ രക്ഷിതാക്കളുടെ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് പോയി. ഓഗസ്റ്റ് 15 ഉണ്ടായിരുന്നു, ഓണത്തിനും ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 അതിൻ്റെ പാട്ടും ഉണ്ടായിരുന്നു, ഓണത്തിന് ഓണപ്പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ ഞങ്ങൾ കുട്ടികളും മക്കളൊക്കെ ഈ വലിയ അമ്മമാരായിട്ടൊക്കെ പോയിട്ട് പ്രോഗ്രാം ചെയ്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ വാണ്ടി വന്നപ്പോൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ പൊടി എല്ലാം കൂടെ ഇട്ടെടുത്തു. എന്നിട്ട് നമ്മുടെ ചിക്കനും ഇട്ടിട്ട് ആ പൊടിയുടെ പച്ചമണം മാറി വന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കും ഞാൻ കേട്ടോ. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റ് വരെ അടച്ച് വെക്കാറുണ്ട് കേട്ടോ. അത് ഇതിനകത്ത് സ്കിപ്പായി പോയതാണ്. നമ്മൾ ചിക്കൻ ഇട്ട പാട് വെള്ളം ഒഴിക്കാണ്ട് ഈ മസാലയിൽ കിടന്നിട്ട് ഒന്നിങ്ങോട്ട് മൂക്കാനുള്ള ഒരു സമയം കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് എന്നിട്ടാണ് നമ്മൾ കിഴങ്ങും കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് പാകത്തിന് വെള്ളം. ഈ കുക്കറിലാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പച്ചവെള്ളമാണ് കേട്ടോ കള്ളത്തരത്തിന് ഒഴിക്കുക. അല്ലാണ്ട് നമ്മൾ വെക്കുമ്പോൾ ഞാൻ മിക്കതും ചൂടുവെള്ളം തന്നെയാണ് വെക്കാറ്. ഇന്നിപ്പോൾ അത് വെക്കാനുള്ളൊരു മൂഡും നേരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. വെക്കാൻ വേണ്ടി വിട്ടുപോയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിൽ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത്. അല്ലാണ്ട് ഞാൻ എപ്പോഴും ചൂടുവെള്ളമാണ് ഒഴിക്കുക, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് അതിനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളത് വിസിലടിക്കാൻ വേണ്ടിയിട്ട് 2-3 വിസിലടിക്കുമ്പോഴേക്കും കിഴങ്ങും ചിക്കനൊക്കെ വെന്ത് സൂപ്പർ കുട്ടപ്പനായിട്ടുണ്ടാവും കേട്ടോ കറി. അങ്ങനെ നമ്മളതൊന്ന് വിസിൽ വരുന്ന സമയം കൊണ്ട് 2-3-4 പാത്രങ്ങളുണ്ടായിരുന്നു, കയ്യോടെ അതങ്ങോട്ട് കഴുകി വെച്ചു. ഫുഡായിട്ട് വേണം വണ്ടി വരുമ്പോഴേക്കും നമുക്ക് കഴിച്ചിട്ട് ബാക്കി അങ്കത്തട്ട് പരിപാടി നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരാളെ വെച്ചിട്ട് ചെയ്യിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആളെ വെച്ച് ചെയ്യിച്ചാൽ നമ്മളും കൂടെ നിൽക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയാണ്ടാവും, ഇപ്പോൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്യണവർക്ക് അറിയാണ്ടാവും കേട്ടോ അതിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആളെ വയ്ക്കാത്തത്. ഇത് പൂജയ്ക്കുള്ള മാഗിയാണ് കേട്ടോ കാണുന്നത്. കറി ആയപ്പോൾ നമ്മളിനി അത് വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറുള്ളിയും കുറച്ച് വേപ്പിലയും ഞാൻ കുറച്ചും കൂടെ ചിക്കൻ പൊടിയും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ അതിലേക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ എടുത്ത് തിളപ്പിക്കും കേട്ടോ. ചെറുള്ളിയിൽ ഈ കറി മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒന്നാമത് നമ്മൾ വഴറ്റിയിട്ടുണ്ട്, രണ്ടാമത് നമ്മൾ ചെറുള്ളിയിൽ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് വറുത്തിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വരേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ വെച്ചാൽ നമ്മൾ കൂടെ നിൽക്കണം. എന്താ വെച്ചാൽ നമ്മുടെ വീടാണ്, നമുക്ക് പാത്രങ്ങൾ എങ്ങനെ ഒതുക്കണം, പെറുക്കണം, എടുത്ത് വയ്ക്കണം എന്ന് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ ഒരാളെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ തന്നെയാണ്. പിന്നെ ആ പൈസ വെറുതെ പോവുകയും ചെയ്യും. അങ്ങനെ കൊടുക്കാൻ പൈസ ഉണ്ടായിട്ട് പിശുക്കിയിട്ടല്ല കേട്ടോ, ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പട്ടിപ്പണി ചെയ്യണത്. ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കയ്യും കെട്ടി ഇരിക്കുകയുള്ളൂ കേട്ടോ. കയ്യും കെട്ടി ഇരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. നമ്മൾ ഈ ചെയ്ത് ശീലവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളും. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യേണ്ടാവില്ല, നമ്മളൊരാളെയൊക്കെ വെക്കേണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഈ 3-4 കൂടിയിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ണൻ്റെ ഫ്രണ്ട്സും കൂടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ തന്നെ ചെയ്താൽ മതി, കുട്ടികളെ വിളിക്കേണ്ട. പക്ഷെ എന്തായാലും അവർ വരും എന്നൊക്കെ പറഞ്ഞ് കണ്ണൻകുട്ടി നിൽക്കുന്നുണ്ട്. എന്തൊക്കെയെങ്കിലും ആവട്ടെ, ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയും ചോറൊക്കെ കൂട്ടിയിട്ട് ഞാനും പൂജട്ടിയും കഴിക്കാം, കണ്ണൻകുട്ടിയും കഴിക്കാം, പൂജട്ടി മാഗി കഴിച്ചു. ഞങ്ങൾ കഴിച്ച പാടെ ഇതാ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ, നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട്. കണ്ണൻകുട്ടിയുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഈ കട്ടിൽ ഒക്കെയാണ് നമുക്ക് വലിയ മല്ലുകെട്ട പണി. എന്നുവെച്ചാൽ ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. നമ്മുടെ ഈ എന്താ അതിന് പറയുക, പ്ലൈവുഡാണോ അങ്ങനെ എന്തോ ആണ്, നമ്മുടെ ഈ ബോക്സ് കട്ടിൽ പോലത്തെയാണ്, കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിലൊരു ചെതിൽ വന്നിട്ട് അതൊക്കെ തട്ടി കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മളത് ഉമ്മറത്തെത്തിച്ചു. ഇനി അടുത്ത അംഗം എന്ന് പറയുന്നത് ഫ്രിഡ്ജാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് പാട്. അല്ലാതെ നമുക്ക് സോഫയെ സെറ്റ് ചെയ്യോ 2-3 കട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഈ ഫ്രിഡ്ജിൻ്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ പൊന്നെ കരളയിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്യാൻ പോണ സമയത്ത് ഓരോന്ന് ഒരുക്കി കൂട്ടി വെച്ചതാണ് കേട്ടോ. അതുപോലെയാണ് എൻ്റെ കിച്ചണിലെ എല്ലാ സംഭവങ്ങളും.
കത്തി പോലും അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ട്, നമുക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അറിയാമല്ലോ പാത്രത്തോടും അതിനോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയണത്. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ. അന്ന് വർക്ക് ചെയ്യാൻ പോയോണ്ട് ഇതൊക്കെ വാങ്ങിയോണ്ട് ഇതായി കേട്ടോ. പിന്നെ ആ ഇരിക്കുന്ന പൊട്ട അലമാരല്ലേ, അതും ഞാൻ വാങ്ങി തന്നെയായിരുന്നു. ഞങ്ങളുടെ കല്യാണ അലമാര ആകെ പൊളിഞ്ഞ് പാപ്പർ സൂട്ടായിരുന്നു എന്നിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഈ കുട്ടികൾ കളിക്കുന്ന സമയത്ത് കുഞ്ഞതിൽ എങ്ങനെ അത് പൊട്ടിയിട്ട് അങ്ങനെ അത് പാപ്പരായിരുന്നു. എന്നാലും നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു ഇതൊക്കെ അതിൽ ഒതുക്കി വെക്കാം, വർക്കാവും, നമ്മളതിൻ്റെ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഗ്ലാസ് പൊട്ടിയതൊന്നും മാറ്റണം എന്ന് എല്ലാവരും എന്നോട് പറയും. പൊട്ടിയ ഗ്ലാസ് വീട്ടിൽ വെക്കാൻ പാടില്ല അത്രേ, കണ്ണാടി ആയിക്കോട്ടെ പൊട്ടിയ ഗ്ലാസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. അങ്ങനെ അതൊക്കെ വലിയ വലിയ സാധനങ്ങളൊക്കെ ഉമ്പറത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, തലേ ദിവസം ഒരു ഇതൊക്കെ ഞാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ പാക്കാക്കി വെച്ചായിരുന്നു. ഇനി എടുത്ത വണ്ടിയിലേക്ക് കണ്ട് വെച്ചാൽ മതി. പിന്നെ അവിടെ കൊണ്ടു ഇറക്കിയിട്ട് പിന്നെ എനിക്ക് ഒതുക്കി വെക്കേണ്ട പണി ഉണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സുകളൊക്കെ അല്ലേ ഞാനിങ്ങനെ പുറത്ത് ഈ പറഞ്ഞ പോലെ ഈ ഒരു തുണി വെച്ചിട്ട് അതിനകത്ത് ഗ്ലാസ്സുകൾ വെച്ച് കഴിഞ്ഞാൽ പൊട്ടില്ലല്ലോ നമ്മൾ കൊണ്ടുപോകുമ്പോൾ. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ വീണ്ടും തുണികൾ ഷോളില്ലേ അങ്ങനത്തെ ഷാളുകളൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് വണ്ടിയിൽ കയറ്റാൻ പാടി ഈ ഒരു കട്ടിലിൻ്റെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രിഡ്ജും തയ്യൽ മെഷീനൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കണ്ണൻകുട്ടിയുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് വലിയ പാടുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികളാണ് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തുകൊണ്ട് അത്ര വലിയൊരു പാടില്ലാതെ അതങ്ങോട്ട് കഴിഞ്ഞു. കൂട്ടത്തിൽ പെരുമഴ കേട്ടോ. ഈ മഴയത്ത് റെയിൻകോട്ടൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കൂടെയാണ് ഇവിടെ എത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറച്ച് റിസ്ക് തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് കയറ്റി കൊടുക്കാൻ വേണ്ടി ഞാനും പൂജിട്ടി ഇവർ 3-4 ആൾ അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് ഒക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യണ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും കുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ വീഴുമോ, ലൈൻ കമ്പി ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വൈകിട്ട് പിന്നെ ഒന്ന് വേഗം നമ്മൾ അങ്ങോട്ട് തന്നെ പോയി വീട്ടിൽ ഇതായിരുന്നു അവസ്ഥ. എല്ലാം അങ്ങനെ നിരത്തിയിടുകയായിരുന്നു, വെച്ചിരിക്കാനല്ലേ പറ്റുള്ളൂ അവർക്ക്. അപ്പോൾ അതൊക്കെ അവിടെ നിരത്തിയിട്ടതൊക്കെ ഒതുക്കി വെച്ചു. ഈ ചട്ടപ്പെട്ടിയില്ലേ, ഈ ഹാർഡ് ബോർഡ് പെട്ടീനകത്ത് ഞാൻ പഴയ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാത്ത സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ച് എഴുതി വെച്ചിരുന്നു. ഇന്ന സാധനം എന്ന് നമുക്കിനി എപ്പോഴെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് മാത്രം ഓപ്പൺ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ആ കോണിക്കൂടിൻ്റെ ഉള്ളിൽ അത് അങ്ങോട്ട് ഒതുങ്ങി കേട്ടോ. ഇനി നമ്മുടെ കിച്ചണിലെ പാത്രങ്ങൾ ഒതുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഇപ്പം ഈ പഴയ വീട്ടിലുണ്ടായിരുന്നില്ലേ, നിന്നാർന്ന വീട്ടിലുണ്ടായിരുന്ന ചുമരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ ഷീറ്റ് ഈ യൂട്യൂബ് തുടങ്ങുമ്പോൾ കിച്ചണൊക്കെ മോശമായിരുന്നു. അപ്പോൾ ഇനി വൃത്തിയില്ല അങ്ങനെ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ടേബിൾ ഷീറ്റ് ഇവിടെ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു സെല്ലോ ടേപ്പ് കൊണ്ട്. ചുമരൊക്കെ മോശമായതുകൊണ്ട് കാണാനൊരു വൃത്തി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് അവിടെ ചെന്നിട്ടൊന്ന് കഴുകിയിട്ട് നല്ലോണം തുടച്ചു. ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതില്ലേ താഴത്തെ ആ ഒരു ഷെൽഫിനകത്ത് വിരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിനകത്ത് വിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായിക്കോളും. എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ടും നമ്മൾ ക്ലീൻ ആക്കിയതാണ്, എന്നാലും എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ലാത്തതുകൊണ്ട് അതങ്ങനെ വിരിച്ചിട്ട് തുടച്ചിട്ടുള്ള ഷീറ്റിൻ്റെ മേലെ നമുക്ക് പാത്രങ്ങളൊക്കെ വയ്ക്കുമ്പോൾ എനിക്കൊരു ഓക്കെ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി ഇത് അതിൻ്റെ ഉള്ളിനകത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങളൊക്കെ അതിനകത്ത് ഒതുക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വൈകിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉച്ചയാകുമ്പോഴേക്കും അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ പഴയ വീട് തന്നെ ആകെ തല കുത്തി മറിഞ്ഞ പോലെ ആയിരുന്നു. അതൊക്കെ ഒതുക്കി വെക്കാണ്ടായിരുന്നു. ഇനി കുറച്ചുകൂടെ സാധനങ്ങൾ കയ്യിൽ കൊള്ളാവുന്ന സാധനങ്ങളേ ഉള്ളൂ. ചട്ടി കുട്ടിക്കാലൊക്കെ അതൊക്കെ നീ വണ്ടിയിൽ വെച്ചാൽ പൊട്ടും വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പൂജിട്ട് ഈ ഒരു പൊടി കാര്യങ്ങളൊക്കെ വെക്കുന്ന ഷെൽഫ് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് തുടച്ചെടുത്തായിരുന്നു കേട്ടോ. എല്ലാവർക്കും പണികളുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പറ്റാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മാക്സിമം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കാനാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ അതിനകത്ത് ഒരുപാട് ഒതുങ്ങും കേട്ടോ. എനിക്കാണെങ്കിൽ വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള പാത്രങ്ങളിൽ വേണ്ടാത്ത പാത്രങ്ങളാണ് കൂടുതൽ കേട്ടോ. പൂജിറ്റിനോട് എപ്പോഴും പറയും ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല. അച്ഛൻ നമ്മളിപ്പോൾ ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയപ്പോഴേ ഒരുപാട് വേണ്ടാത്ത പാത്രങ്ങളായിരുന്നു കൂടുതൽ. ആവശ്യമുള്ള പാത്രങ്ങൾ എൻ്റെ കയ്യിൽ ഇല്ലതാനും. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ ഒതുക്കി വെച്ചു. ഈ പാത്രങ്ങളൊക്കെ ഞാൻ കയ്യോടെ തുടയ്ക്കണുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കർക്കിടക സംക്രാന്തിയുടെ സമയത്ത് അളുക്കോളൊക്കെ മോറി കഴുകി ഒതുക്കി വെച്ചതാണ്. എന്നാലും ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ട് എല്ലാം അതൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ചിങ്ങം 1-ാം തീയതി ആണല്ലോ നാളെ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എന്തായാലും ഒതുക്കി വെക്കണമല്ലോ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നോട്ടെ വിചാരിച്ചിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച് മെനയാക്കിയിട്ടാണ് ഉള്ളിൽ കയറ്റി വെക്കുന്നത് കേട്ടോ. അതിന് പിന്നെ അതിൻ്റെ പാട് ഇനി അടുത്തത് അത് ചെയ്യണമെന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അളുക്കുകളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. നമുക്കിങ്ങനെ ഈ പൂര കച്ചവടത്തിനൊക്കെ ഷാജേട്ടൻ പോണ ഉപ്പിലിടുന്നതും അതും ഇതൊക്കെ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട്
അളുക്കുകളുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊരു വിധമൊക്കെ കെട്ടിയെടുത്ത് വെച്ചു. കളയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ബക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ പുട്ടുപൊടി, ദോശ ഇതില്ലേ അരിപ്പൊടി, ആട്ടപ്പൊടി, അങ്ങനെ എടുക്കാത്ത പൊടികൾ സ്റ്റോക്ക് ചെയ്ത് വെക്കില്ലേ നമ്മൾ, പൊട്ടിക്കാത്ത, അതൊക്കെ ഞാൻ അതിനകത്ത് വെക്കുക ചെയ്യുക. എക്സ്ട്രാ നമ്മുടെ കടുക്, അത് ഇത് ഉപ്പൊക്കെ കേട്ടോ. ഉപ്പ് ഞാൻ എപ്പോഴും ഒരു എക്സ്ട്രാ ഒരു പാക്കറ്റ് കരുതി വെക്കും. അപ്പോൾ അതൊക്കെ ഇതിലുണ്ട്. അതൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ആ ബക്കറ്റും കൂടെ ഞാൻ അങ്ങനെ ഇരിക്കേണ്ട വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് തുടച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് ഇത് ഇനി പൊട്ടിക്കുന്നതിനനുസരിച്ച് ഞാനൊരു അളുക്കിലാക്കി. ഒരുവിധം കിച്ചണിലെ അലങ്കോല പണികൾ അങ്ങോട്ട് കഴിഞ്ഞു എന്ന് അങ്ങോട്ട് പറയാം. എനിക്ക് കിച്ചൺ അങ്ങോട്ട് റെഡിയായി കിട്ടിയാൽ തന്നെ എനിക്ക് സമാധാനമായിട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇവിടെയാണല്ലോ അധികം സമയം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും അതിന് വേണ്ടി, അപ്പോൾ അതൊക്കെ കൊണ്ട് ഒതുക്കി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് വലിയൊരു സമാധാനക്കേട്. റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് പയ്യെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളെല്ലാം ഒരുവിധമൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ മാമു കഴിക്കണം, ഫുഡ് കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മക്കളെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കുളിച്ചിട്ട് വേണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാമായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് ചോറ് വേണ്ട. വരുന്ന സമയത്ത് നമ്മളിപ്പോൾ വൈകിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ചോറും ചിക്കൻ കറിയും മിച്ചമുള്ളത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരത് പറഞ്ഞതല്ലേ, ഇത്രയും നമ്മൾ ചെയ്തതല്ലേ, അപ്പോൾ അതും കൂടെ പോയി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.